ഹായ് ഫ്രണ്ട്സ്, അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ടെ ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചിങ് നമുക്ക് പറയാം. ലോഞ്ചിങ് ആയിട്ടുള്ള സ്വാളിൻ്റെ ഒരു ടെവിലിസ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡിനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ടെവിലിസിനെ കുറിച്ച് നോക്കുമ്പോൾ ടെവിലിസിന് കുറേ അധികം അഡ്വാൻറ്റേജുള്ളൊരു പ്രോഡക്റ്റാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിലുള്ളതിൽ IGR കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് ഈ ടെവിലിസ് എന്ന് പറയുന്നത്. IGR കാറ്റഗറി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയും. ഇൻസെക്റ്റുകളുടെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ചെടികൾ കണ്ടമാന വളർച്ചകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ പൊക്കം കുറച്ച് തരണം. അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ തണ്ടുവരപ്പം പുഴുക്കളുടെ ആക്രമണം ഭയങ്കര സിവിയർ, അല്ലെങ്കിൽ പുഴുക്കളുടെ ആക്രമണം ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞാൽ അവരുടെ ഓവറോൾ ഗ്രോത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു മരുന്നാണിത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെവിലിസിനെ കുറിച്ച് ടെവിലിസിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ക്ലോറൻട്രാനിലിപ്പോൾ 5%, 5.2%, ന്യൂവാൽഡ്രോൺ 8.5%, SC ഫോർമുലേഷൻ ആണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും കൂടുതൽ ന്യൂവാൽഡ്രോണിന്റെ പെർസെൻറ്റേജ് ഉള്ള ഒരു കോമ്പിനേഷൻ കൂടിയാണ് ടെവിലിസ്. പിന്നെ നമുക്കറിയാം ക്ലോറൻട്രാനിലിപ്പോൾ പണ്ട് തൊട്ടേ നമുക്കറിയാം, നമ്മൾ കോറാജൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കാത്ത കൃഷിക്കാർ കുറവായിരിക്കും. പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റമിക് ആക്ഷൻ നൽകുന്ന ഒരു കെമിക്കൽ കൂടിയാണ്, ഒരു ഗ്രീൻ ട്രയാങ്കിൾ കൂടിയാണ് ക്ലോറൻട്രാനിലിപ്പോൾ. ഇവരുടെ രണ്ടുപേരും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സിസ്റ്റമിക് ആയിട്ട് ഒരു ട്രാൻസ്ലാമർ ആക്ഷനും കോൺടാക്ട് ആക്ഷനും ഒക്കെ ഒന്നിച്ച് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഇത് രണ്ടും കൂടെ വരുന്നത്. ഇത് രണ്ടും കൂടെ കൂടി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഒരു ഒബിസിഡിയൽ പ്രോപ്പർട്ടി കെമിക്കലിന് കിട്ടും. ഒബിസിഡിയൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻസെക്റ്റുകളെ നോക്കുകയാണെങ്കിൽ അത് ഇടുന്ന മുട്ടകൾ വിരിയാതെ നശിപ്പിച്ച് കളയുക, അതായത് നമുക്ക് ചീമുട്ടയാക്കി കളയാന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അല്ലെങ്കിൽ അതൊരു ആ മുട്ട വിരിയാതെ ഒരു എന്താ പറയുക, വിരിയാത്ത മുട്ടകളാക്കി കളയുകയാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അപ്പം നമ്മൾ പല മരുന്നുകൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുടർച്ചയായിട്ട് തണ്ടുവരപ്പൻ്റെ ആക്രമണം വരും. നമ്മൾ തണ്ടുവരപ്പൻ്റെ പുഴുക്കളെല്ലാം നശിച്ചു പോയെങ്കിലും ഈ മുട്ടകൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും വിരിഞ്ഞു വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു IGR കാറ്റഗറിയുള്ള മരുന്ന്, അല്ലെങ്കിൽ ഒബിസിഡിയൽ പ്രോപ്പർട്ടി ഉള്ള മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയും കൂടെ അങ്ങ് നശിപ്പിച്ച് കളയാണ്. പിന്നെ വിരിഞ്ഞിറങ്ങാനുള്ള മുട്ടകളില്ലാത്തതുകൊണ്ട് വളരെ ദീർഘനാളത്തേക്ക് നമുക്ക് തണ്ടുവരപ്പിൻ്റെ ഒരു കൺട്രോൾ കിട്ടും. അതാണ് ഈ മരുന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല വേനൊക്കെ എത്ര വെയിലാണെങ്കിലും നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. നമ്മളിത് ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രയൽ ചെയ്ത് നോക്കി ഇതിൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് വീഡിയോ എന്ന് പറഞ്ഞ് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി നല്ല അടിപൊളി റിസൾട്ടാണ്. അതായത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് പുഴുവിന് കൺട്രോൾ കിട്ടാത്ത തോട്ടങ്ങളാണെങ്കിൽ ഇതുപോലെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള ഇടവേളയിൽ മരുന്ന് അടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഫുള്ള് തണ്ടുവരപ്പനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എഗ്ഗുകളെ നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് അതിന് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ന്യൂവാൽഡ്രോൺ എന്ന് പറയുന്ന കെമിക്കൽ നമുക്കറിയാം, പണ്ട് തൊട്ടേ പറയാൻ ഒരു വളർച്ചാ തുരകമായിട്ട് ഇത് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ചെടിക്ക് ഒരു അറസ്റ്റ് ഇല്ലാതെ നല്ലൊരു ഗ്രോത്ത് തന്നെ കാണിക്കും നമ്മൾ മരുന്ന് പ്രയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക്. ഇത് കൂടാതെ നമ്മളൊരു കെമിക്കൽ ചെടിയിലോട്ട് സ്പ്രേ ചെയ്യണം. ചെടിക്ക് വേനലായതുകൊണ്ട് തന്നെ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കമ്പനിക്കകത്ത് ഫൈറ്റോട്ടോണിക് എഫക്റ്റിനുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റോട്ടോണിക് എഫക്റ്റിന് ചിലപ്പം ജിബലിക് ആവാം, അല്ലെങ്കിൽ അമിനോ ആവാം, CBD ആകാം, എന്ത് വേണമല്ലോ. അത് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഫൈറ്റോട്ടോണിക് എഫക്റ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു പാക്കേജാണ് ഈ വേനൽക്കാലങ്ങളിൽ കൊടുക്കാൻ കിട്ടുന്ന നല്ലൊരു പാക്കേജാണ് നമ്മുടെ ടെവിലിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സമയത്ത് നമുക്ക് ഒരു തോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തണ്ടുവരപ്പൻ്റെ ഒരു ജീവിതചക്രം നോക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈ കാണാം, അതിൻ്റെ പുഴു കാണാം, അതിൻ്റെ പ്യൂപ്പ കാണാം, അതിൻ്റെ എഗ്ഗ് കാണാം. അങ്ങനെ 4 രീതിയിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 രീതിയിലുള്ള ഒരു ജീവിതചക്രത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു ലോങ് ടൈമിൽ കേട്ടോ, അതുകൊണ്ട് നമുക്ക് ലോങ് ടൈമിൽ റിസൾട്ട് കിട്ടുന്ന കമ്പനി പറയുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഈ ന്യൂവാൽഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ കായ്കളുള്ള ചെടികൾക്ക്, അതേപോലെ ഇളം ചെടികൾക്ക് ഏതിന് വേണേൽ കൊടുക്കാം. പക്ഷെ നമ്മൾ നല്ല കായ്കളുള്ള ചെടികൾ, അല്ലെങ്കിൽ വളരെയധികം ശരങ്ങളുള്ള ചെടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ചൊറിക്കുള്ള കൺട്രോൾ കുറവായതുകൊണ്ട് തന്നെ ചൊറിക്കുള്ള ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ കൂട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് തണ്ടുവരപ്പന മറ്റേ ടെവിലിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തണ്ടുവരപ്പൻ പുഴുക്കൾക്ക് മാത്രമേ കൺട്രോൾ കിട്ടൂ, അല്ലാതെ സക്കിംഗ് പെസ്റ്റിന് യാതൊരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ സക്കിംഗ് പെസ്റ്റിനുള്ള ഒരു മിഡായോ തൈമത്താക്സോ ഫിനാൽഫോസോ അങ്ങനെ എന്തെങ്കിലും ഡൈഫെൻത്രോണോ എന്തെങ്കിലും കൂട്ടി അടിക്കാം. ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഡൈഫെൻത്രോൺ കൂട്ടി ഉപയോഗിക്കുന്ന ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന മൈറ്റ്സ്, സ്കെയിൽസ്, ഊരൻ, എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വരും ഇത്. ടെവിലിസ് പ്ലസ് ഒരു നമ്മുടെ ഡൈഫെൻത്രോൺ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 3800 രൂപ ലിറ്റർ വില വരുന്നൊരു കോമ്പിനേഷനാണ്. ഒരു ഡോസേജ് എന്ന് പറയുന്നത് 100 മില്ലിയാണ് ഡോസേജ്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ ഉണ്ടെങ്കിൽ 10 ബാരൽ അടിക്കാം. ഏകദേശം ബാരൽ കോസ്റ്റ് നമുക്ക് വരുന്നത് ഒരു 350 രൂപ ബാരൽ കോസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ സക്കിംഗ് പെസ്റ്റിനുള്ള മരുന്നിൻ്റെ കോസ്റ്റും കൂടെ വരും. ഏകദേശം ഒരു 450 രൂപ റേഞ്ചിൽ ബാരൽ കോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷനാണ്. അങ്ങനെയാണ്, വളരെ വലിയ കോസ്റ്റ് ഒന്നും വരുന്നല്ല.
ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോസ്റ്റിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ. അതാണ് സ്വാളിൻ്റെ ടെബിലിസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മരുന്നിനെ കുറിച്ച് പറയുന്നത്. ഈ മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് ഉപയോഗിച്ച് നോക്കിയവർ ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നിലവിൽ നമ്മുടെ തോട്ടത്തിലെ ശരത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് നമുക്ക് ഇതൊക്കെ കണ്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുകൂടെ നമ്മൾ പറയാൻ വിട്ടുപോയ 1-2 കാര്യമാണ്. ഈ ടെബിലിസിൻ്റെ കൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫംഗിസൈഡുകളും കോമ്പാക്റ്റബിൾ ആണ്. അതേപോലെ ആൻറ്റിബയോട്ടിക്കുകൾ കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ നമ്മൾ വേനൽക്കാലം ഉപയോഗിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡുള്ള സ്യൂഡോമോണസ്, ബാസിലസ് സബ്സ്റ്റിൽസ്, അസറ്റോബാക്ടറൊക്കെ ഇതിൻ്റെ കൂടെ കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ വസ്തുക്കളും കോമ്പാക്റ്റബിൾ ആണ്. പിന്നെ നമ്മൾ ഉണക്കിനെ പ്രതിരോധിക്കാൻ കൊടുക്കുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് കോമ്പാക്റ്റബിൾ ആണ്. അങ്ങനെയുള്ള എല്ലാത്തരം വസ്തുക്കളും ഇതിനോട് കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കൂടെ നമ്മുടെ തോട്ടത്തിലെ ശരത്തിൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ തോട്ടത്തിലെ ശരത്തിൻ്റെ അവസ്ഥ കാണിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയ എല്ലാ ശരങ്ങളും അറിയാം. ഒരു ശരത്തിൽ പോലും നമുക്ക് തണ്ടുറപ്പം കുത്താതെ ശരം നീണ്ടു വരുന്നുണ്ട്. എല്ലാ ശരങ്ങളാണ് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ അത്യാവശ്യം ഇപ്പം ഒരു ചെടിയിൽ നല്ല എല്ലാ ചെടിയും നോക്കിയാലും ഇതാണ്. നമുക്ക് ഇത്രയും കവാത്ത് കിടന്നിട്ട് പോലും നമ്മൾ ഒരു തണ്ടുറപ്പം പോലും കുത്താതെ അത്യാവശ്യം കായും സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ നല്ല പ്രോപ്പറായിട്ട് മരുന്നുകൾ കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഇതുണ്ടാകുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കി മരുന്നുകൾ ചൂസ് ചെയ്യുക. അപ്പം നല്ല മരുന്നുകൾ, അതായത് തണ്ടുവരപ്പിൻ്റെ ലൈഫ് സൈക്കിൾ ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ തണ്ടുവരപ്പിൻ്റെ ആക്രമണത്തിൽ നല്ലപോലെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.